തുടക്കം ക്ഷമിക്കണം, വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം. ഞാനിത് വിസ്മയെ പറ്റിയല്ല പറയുന്നത്, ഈ സിനിമയുടെ ടൈറ്റിലിനെ പറ്റിയാണ്. സെൻസർ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഈ സിനിമ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്നാണ് അവർ സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അതൊരു തെറ്റൊന്നുമല്ല. നമുക്കിപ്പം പൊതുജനങ്ങൾ പറയുമ്പോൾ ഉറപ്പായിട്ടും വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ എന്നാണല്ലോ പറയുന്നത്. അത് അവർ അതുപോലെ തന്നെ സർട്ടിഫൈ ചെയ്തതാണ്. അപ്പം വിസ്മയ മോഹൻലാലിന് ഒരു മികച്ച തുടക്കം കിട്ടാനായിട്ട് വിസ്മയുടെ അച്ഛനായ ലെജൻഡ് മോഹൻലാലും അതുപോലെ തന്നെ പ്രൊഡ്യൂസറായ ആന്റണി പെരുമ്പാവൂർ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇവരെ പോലത്തെ ലെജൻഡ്സ്, മലയാള സിനിമയുടെ അനലിറ്റിക്സ് അറിയാവുന്ന ഒരു വലിയ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ പ്രഗത്ഭനായ മോഹൻലാലും ഒന്നിക്കുമ്പം അവർ മറ്റേ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഊഹിക്കാമല്ലോ ഒരു മിനിമം ഗ്യാരണ്ടി എന്തായാലും ഉണ്ട്. അപ്പം ഈ സിനിമ ഞാൻ ഈ സിനിമ കാണുന്നതിന് മുന്നേ തന്നെ എനിക്കറിയാമായിരുന്നു ഇതിലെന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടാവും, എവിടൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വരും. ഇപ്പം മോഹൻലാലിനൊരു ക്യാമിയോ ഉണ്ടെന്ന് നമുക്കറിയാം, അതെന്താണ്, ഇതൊക്കെ നമുക്ക് അറിയാം, അതതുപോലെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചുമില്ല. അതുകൊണ്ട് തന്നെ അമിത പ്രതീക്ഷയുടെ ഭാരമില്ലായിരുന്നു. അതുപോലെ തന്നെ മറ്റേ നമ്മൾ പ്രതീക്ഷിച്ചത് മാത്രമാണ് വന്നത്, ഭയങ്കര സർപ്രൈസായിട്ട് അങ്ങനൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു പരിഭവവും ഇല്ലായിരുന്നു. കാരണം അറിയാമായിരുന്നു ഇതൊക്കെയാണെന്ന്. ഇത് സത്യം പറഞ്ഞ ഒരു പ്രൊപ്പഗൻഡ മൂവിയാണ്. നമ്മളിപ്പം രാഷ്ട്രീയം അങ്ങനെ പറയുന്നത് മാത്രമല്ലല്ലോ പ്രൊപ്പഗൻഡ. ഇതും ഒരു പ്രൊപ്പഗൻഡയാണ്. അതായത് വിസ്മയെ പ്രോപ്പറായിട്ട് മലയാളത്തിലേക്ക് പിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊപ്പഗൻഡ മൂവിയാണ്. ഈ പ്രൊപ്പഗൻഡ തെറ്റാവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരു തെറ്റായ ആശയം മറ്റൊരു വ്യക്തികളിലേക്ക്, അതായത് ഒരു വലിയ വ്യക്തികളിലേക്ക് നമ്മളിത് അടിച്ച് അമർത്തുമ്പോഴാണ്. ഇതിൽ ഇപ്പം വിസ്മയെ നമുക്ക് ആരുടെ നെഞ്ചിലേക്ക് അടിച്ചമർത്താൻ സാധിക്കില്ല. അത് സിനിമ നല്ലതാണെങ്കിൽ ഓടത്തുള്ളൂ, പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാരുടെ ഇടയിൽ. അതുകൊണ്ട് തന്നെ ഇതൊരു തെറ്റായ പ്രൊപ്പഗൻഡ അല്ല. പക്ഷേ ഇതിൻ്റെ ഒരു വേർഡ് അങ്ങനെ പ്രൊപ്പഗൻഡ എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സിനിമയുടെ കേസിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇതിലെ ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ മോഹൻലാൽ വിസ്മയോട് സംസാരിക്കുന്ന ഡയലോഗ് ശരിക്കും ഇതിലെ ക്യാരക്ടേഴ്സ് അല്ല. മോഹൻലാൽ വിസ്മയോട് തന്നെ സംസാരിക്കുന്നതാണ്, അച്ഛൻ മകളോട് സംസാരിക്കുന്നതാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ലെജൻസ് ഒക്കെ ഒന്നിക്കുമ്പം അവർ വിസ്മയ്ക്കൊരു വിസ്മയമായ തുടക്കം തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു 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 പുതുമുഖം, അതിൽ തന്നെ നമ്മുടെ മെയിൽ ആക്ടേഴ്സ് വാഴുന്ന ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അവിടെ ഒരു പുതുമുഖമായ ഒരു പെൺകുട്ടി വന്നിട്ട് ഫസ്റ്റ് ഡേ ഇത്രയും കളക്ഷൻ അടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ ആൾക്കാരെ നിറയ്ക്കണം, മിഡ് നൈറ്റ് ഷോസ് ഫുള്ളാക്കണം, അതുപോലെ തന്നെ എന്തായാലും മിനിമം ഒരു 50 കോടിയെങ്കിലും ഈ സിനിമ അടിക്കും, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചെങ്കിലും അടിക്കും. അപ്പോൾ ആ ഒരു റേഞ്ചൊക്കെ ഒരു പുതുമുഖ നടിക്ക് മലയാള ഇൻഡസ്ട്രിയിൽ അടിക്കണമെങ്കിൽ അത് ഇച്ചിരി പാടാണ്. അപ്പം അതിനൊരു വലിയ ബാക്കപ്പും വേണം. അതുപോലെ തന്നെ എല്ലാം ഈ സിനിമയ്ക്ക് അത് ഇവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗുഡ് വൺ ടൈം വാച്ചായിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നിയത്. അതിൽ കൂടുതലും ഒന്നുമില്ല, കുറവൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെ പ്രതീക്ഷിച്ചു അത് അതേ ലെവലിൽ കിട്ടി. അത് താഴോട്ട് വന്നാലാണ് എനിക്ക് നിരാശ ഉണ്ടാവേണ്ടിയിരുന്നത്. അതങ്ങനെ അങ്ങനെ നിരാശക്കുള്ള ഒന്നും വന്നില്ല. ഞാൻ പറഞ്ഞൊരു എന്തുകൊണ്ടും നമുക്ക് എല്ലാ പ്രായത്തിലുള്ളവർക്കും, ഇപ്പോൾ യൂത്തിനാണെങ്കിലും ശരി, ഫാമിലിക്കാണെങ്കിലും ശരി, കുട്ടികൾക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഒരു തവണ തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്, തിരക്കുള്ള തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. കാരണം അതിനുള്ള 1-2 ഐറ്റമൊക്കെ സിനിമയിലുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ്. നമ്മൾ OTT കണ്ടു കഴിഞ്ഞാൽ ഇതിലങ്ങനെ കഥ അങ്ങനെ പുതുമയുള്ളതല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് വിസ്മയ്ക്ക് വേണ്ടി കുറേ ഡയലോഗ് അങ്ങനെ കുത്തി കുത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ അയ്യക്ക് ഇത് ക്രിഞ്ച് അങ്ങനെയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ തിയേറ്ററിൽ ആ വൈബിൽ ഒരു തവണ അത് കൂടുതൽ ഞാൻ പറഞ്ഞില്ല, ഒരു തവണ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ സിനിമയാണിത്. ഈ സിനിമ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു മൂഡ് സെറ്റിംഗ് ഉണ്ട്. തുടക്കത്തിൽ ഒരു മൂഡ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇവർ. ആദ്യം ആശിഷ് ജോ ആൻ്റണി അഭിനയിക്കുന്നുണ്ട്, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ. അദ്ദേഹം നന്നായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളിയെ വെച്ചിട്ടും അതുപോലെ തന്നെ ഇവരുടെ സ്ഥലം വെച്ചിട്ടും, പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ. അപ്പോൾ ആ ഒരു ഏരിയാസും ഒക്കെ ആ ഒരു സെറ്റപ്പ് നല്ല രസമായിട്ട് തോന്നി. പെട്ടെന്ന് തന്നെ കഥയിലോട്ട് ഇറങ്ങി. ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഫീൽ ഗുഡും സെക്കൻഡ് ഹാഫിലായിരിക്കും ഈ ത്രില്ലിങ്ങും മാസും ഒക്കെ എന്നാണ്. പക്ഷെ അങ്ങനല്ല, ഇതൊരു നോൺ ലീനിയർ നറേഷനാണ് ഈ സിനിമയുടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ക്രിപ്റ്റിൽ അത് എഡിറ്റിങ്ങിൽ മാറ്റിയതാണോന്ന് അറിയത്തില്ല, കാരണം നല്ലൊരു നോൺ ലീനിയർ നറേഷൻ ആയിരുന്നു ഈ സിനിമയുടേത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇറങ്ങി. ആ ഇറങ്ങിയതും ആ രീതിയും ആ ടെക്നിക്കൽ സൈഡും, അതാണ് എനിക്ക് അടുത്ത പറയുന്നത്. ടെക്നിക്കൽ വശങ്ങൾ കൊള്ളായിരുന്നു, എസ്പെഷ്യലി മ്യൂസിക്കും അതുപോലെ തന്നെ ക്യാമറ ചില വൈഡ് ഡ്രോൺ ഷോട്ടൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. ഇതിൽ ഒരു ഫാക്ടറി കാണിക്കുന്നുണ്ട്, ഒരു പൊട്ടിക്കിടക്കുന്ന ഫാക്ടറി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വൈഡ് ഒരു നൈറ്റ് ഷോട്ട് വരും. അതെനിക്ക് ഡേ നൈറ്റ് ആക്കിയതാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഉഗ്രൻ കളറിങ്ങും ഉഗ്രൻ ഷോട്ടുമായിരുന്നു. അങ്ങനെ കുറേ മൂഡ്സ് നമുക്കത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. ഇതൊരു ഹൈ റേഞ്ചിൽ നടക്കുന്ന തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതൊരു അടിപൊളി ഇതായിട്ട് തോന്നി.
പിന്നെ പെർഫോമൻസസിലേക്ക് വരുവാണെങ്കിൽ വിസ്മയുടെ നല്ല തുടക്കം തന്നെയായിരുന്നു. ഫൈറ്റിലൊക്കെ പുള്ളിക്കാരി തകർത്തിട്ടുണ്ട്. ഭയങ്കര ഫ്ലെക്സിബിളാണ്. മൊയ്ത്തായി പഠിച്ചതാണ് ശരിക്കും. അത് ഇതിൽ അറിയാനുണ്ട്. ഭയങ്കര ഫ്ലെക്സിബിളാണ്. പിന്നെ അത് അത് പഠിച്ചുകൊണ്ട് മാത്രമല്ല, ഇതിന് മുന്നേ പുള്ളിക്കാരി ഒട്ടും ഫ്ലെക്സിബിൾ അല്ലായിരുന്നു എന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പഴയ ഫ്ലെക്സിബിലിറ്റി തിരിച്ച് നേടിയത്. അതൊരു വലിയ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭയങ്കരമായിട്ട് നമുക്കൊരു ഭംഗി മനസ്സിലാവും പുള്ളിക്കാരുടെ ബോഡി മൂവ്മെൻറ്റ്സിലെയും ഫൈറ്റിലെയും ഒക്കെ. പിന്നെ ആശിഷ് ജോ ആൻ്റണി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് ഒരു ഇച്ചിരി മറ്റേ കലിപ്പ് കൂടുതൽ പിടിക്കുന്ന പോലെ തോന്നി. കുറച്ച് സൈക്കോത്തരം കൂടുതൽ കാണിക്കുന്നതായിട്ട് തോന്നി. പക്ഷേ എങ്കിലും കൊള്ളായിരുന്നു, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെ റോളിനെ പറ്റി പറയുകയാണെങ്കിൽ പക്കാ ഫോഴ്സ്ഡ് റോളാണ്. പക്കാ ഫോഴ്സ്ഡ്. അത് ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. നമുക്കത് ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ ഇതിൽ വിസ്മയ എന്തായിരിക്കും ആ നാട്ടിൽ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും എന്നൊക്കെ ഒരു ഊഹം ഉണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ വന്നു. അപ്പോൾ പുള്ളി അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല, അത് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പം ഇപ്പം ആൾക്കാരും കുറ്റം പറയുമല്ലോ കേട്ടോ. അങ്ങനെ പ്രതീക്ഷ അല്ലാതെ പോയി കണ്ട് മറ്റേ നിരാശരാകുന്നവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം ഓരോരുത്തർ നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചാൽ പോരായിരുന്നു എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എനിക്കത് കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷെ അത് പക്കാ ഫോഴ്സ്ഡ് റോളാണ്. അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഡയലോഗ്സ് ആയാലും കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ പിന്നെ അതൊക്കെയാണ് ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യങ്ങൾ. ഇവരുടെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ, ടെക്നിക്കൽ വശം, അതുപോലെ തന്നെ ആദ്യത്തെ ഒരു മൂഡ് സെറ്റിങ്. പിന്നെ ഭയങ്കര ഫാസ്റ്റാണ് പടം. 2 മണിക്കൂർ 19 മിനിറ്റേ ഉള്ളൂ. അത് തന്നെ നല്ല ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ ഇല്ല ഇവിടെ ഇല്ല അങ്ങനെ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈനാണ്. സ്റ്റോറി പക്ക ഒരു ജനറിക് സ്റ്റോറി ലൈനാണ്. ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാം സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു ചെറിയ വൺ ലൈൻ മാത്രമല്ല. ഇതിലെ ക്യാരക്ടേഴ്സിനെയും ഇതിലെ ഇൻസ്റ്റൻസസും ഇതിൻ്റെ ക്ലൈമാക്സും ഉൾപ്പെടെ എല്ലാം നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടതാണ്. അപ്പം ഇത് ജൂഡ് ആൻ്റണി ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു, ജൂഡ് ആൻ്റണിയും ഈ വിസ്മയിക്കാനുള്ള സിനിമ ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഓണായത്. ഇപ്പോൾ ഒരു പുതുമുഖ സംവിധായകൻ പോയി ഈ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് പറഞ്ഞാലും ഇത് പണ്ട് എത്ര പടങ്ങൾ കണ്ടാടാ എന്ന് പറയാൻ അയാളെ പറഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് കഥയും കഥാപാത്രങ്ങളും പരിസരവും ഒക്കെ. പക്ഷേ അതിനെ അവർ വൃത്തിക്കെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇത് കണ്ടിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിയൊന്നുമില്ല. ഇവർ ആ ഒരു എലമെൻ്റ് എവിടെയോ പിടിച്ചിട്ട് അത് പറഞ്ഞു തരാൻ അറിയുന്നില്ല. കാരണം നല്ല കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിലേതെങ്കിലും ഒന്നാവാം ഇവർ ഇന്നർ ലെയറായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവർ പോലും അറിയാതെ ഒരു ഹുക്ക് ആൾക്കാർക്കുണ്ട് ഇത് കഴിയുന്നിടം വരെ. അപ്പോൾ അത് ഒരു സ്ഥിരം കഥയാണെങ്കിൽ പോലും, ടിപ്പിക്കൽ ക്ലീശ കഥയാണെങ്കിൽ പോലും, നമുക്ക് ആ ഒരു ഫീൽ പടം കഴിഞ്ഞ് ആലോചിക്കുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത്. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നം വരില്ല. പിന്നെ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയത് ഏറ്റവും വലിയായിട്ട് 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇതിലെ ഡയലോഗ്സ് ഭയങ്കര അമച്വറിഷ് ആയിരുന്നു. ഒരുപാട് സീനിലെ ഡയലോഗ്സ്, പ്രത്യേകിച്ച് മോഹൻലാൽ വിസ്മയോട് പറയുന്ന ഡയലോഗൊക്കെ അതെന്ത് പർപ്പസ് ആണെങ്കിൽ പോലും അത് ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സായികുമാറും വിസ്മയും തമ്മിലുള്ള ഇതിലും, പിന്നെ വിസ്മയ ഇടയ്ക്ക് ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന ഡയലോഗൊക്കെ ഉണ്ട്. അതൊക്കെ മറ്റേ അച്ചടി ഭാഷ, ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല. പിന്നെ പെട്ടെന്ന് ഈ അച്ചടി ഭാഷയെ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്ന വിസ്മയ തന്നെ മനോജ് കെ ജയനെ ഫോൺ വിളിച്ചിട്ട് സാർ അത് ഡാർക്ക് സീനായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഒരിക്കലും അതുവരെയുള്ള കഥയുടെ പോക്കിൽ ആ ഡയലോഗ് കയറി വരത്തില്ല. അത് മാത്രമല്ല, വിസ്മയുടെ അതുവരെയുള്ള ക്യാരക്ടർ വെച്ചിട്ട് പുള്ളിക്കാരി അത്ര റാങ്കുള്ള ഒരു പോലീസുകാരനോട് അങ്ങനെ സംസാരിക്കത്തില്ല ആ ഒരു ഭാഷയിൽ. അപ്പം അങ്ങനെ ഡയലോഗ്സിൽ പല സ്ഥലത്തും ഒരു ഏച്ചുകെട്ടൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു വലിയ നെഗറ്റീവായിട്ട് തോന്നുന്നത് ഇതിലൊരു ലാക്ക് ഓഫ് വൗ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. നമുക്ക് മറ്റേ 1-2 ഏരിയാസ് നമുക്ക് കിട്ടും. പക്ഷേ ഒരു 2 മണിക്കൂർ ചെയ്തുകൊണ്ട് സിനിമ കാണുമ്പോൾ അതിലൊരു ജസ്റ്റ് ഒരു 2 മറ്റേ രോമാഞ്ചം കൊള്ളാൻ മാത്രം അല്ലല്ലോ 2 ഏരിയാസിൽ. നമുക്കൊരു ഒരു അരമണിക്കൂറെങ്കിലും ആ ഒരു സാധനം മിനിമം കിട്ടണമല്ലോ. പ്രത്യേകിച്ച് എല്ലാ പടത്തിലും അല്ല കേട്ടോ, ഇങ്ങനത്തെ ഒരു ജോണറുള്ള സിനിമയിൽ. അപ്പം അത് മിസ്സിങ് ആയ പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഒട്ടുമില്ല എന്നല്ല, കുറച്ചേ ഉള്ളായിരുന്നു. അത് കുറച്ചും കൂടെ വേണമായിരുന്നു എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് മേജർ പ്രശ്നമായിട്ട് തോന്നുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആകത്തുക ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഇതൊരു ഗുഡ് വൺ ടൈം മാച്ചാണ്. എന്തായാലും അത് തിയേറ്ററിൽ തന്നെ, ഇത് OTT വന്ന് ഗുഡ് വൺ ടൈം മാച്ച് എന്നല്ല, തിയേറ്ററിൽ ക്രൗഡിൻ്റെ കൂടെ ഇരുന്നുള്ളൊരു ഗുഡ് വൺ ടൈം മാച്ച് ആയിരിക്കും ഈ സിനിമ. OTT കണ്ടു കഴിഞ്ഞാൽ ജൂഡ് ആൻ്റണി ഭരദ്വാജ് രംഗനോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കിത് കണ്ടപ്പോഴും തോന്നിയത്. കാരണം ഇതിൻ്റെ റിവ്യൂസ് എങ്ങനെ വേണമെങ്കിലും ആകാം. പ്രത്യേകിച്ച് ഇത് തിയേറ്ററിൽ ഇപ്പോൾ ഒരു തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇത് OTT വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്ക് കാണുന്നവരൊക്കെ ജൂഡ് ആൻ്റണി പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ തിയേറ്ററിൽ ഇത് ഹിറ്റാവുന്ന പുള്ളി പറഞ്ഞു. ഇത് എന്തായാലും തിയേറ്ററിൽ ഹിറ്റായിരിക്കും. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കണ്ടതാണ് സിനിമ. പക്ഷേ ഇപ്പോൾ രാത്രിയായി, ഭയങ്കര ബുക്കിംഗ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ അനലിറ്റിക്സ് അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാരും ഒരു ലെജൻഡും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു കിടിലൻ സിനിമ ഉണ്ടാക്കാൻ സാധിക്കും. അനലിറ്റിക്സ് അറിയാവുന്നവരായിരിക്കണം എല്ലാവരും ജൂഡ് ആൻ്റണിയെ പോലെ. അതാണ് അതിലെ കാര്യം. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3/5 ആണ്.